എന്താടോ തനിക്ക് എന്താണോ ഇവിടെ കാര്യം? കാര്യം ഉണ്ടോ? കയ്യറോ? ഞാൻ ഇവിടുത്തെ മേയറാ. അയ്യോ, സാർ ഇവിടുത്തെ മേയറാണ്. മോനെ ഈ കുറ്റത്തിന് പാർട്ടി ആൻഡോയെ മാത്രം ശിക്ഷിച്ചാൽ മതിയാവില്ല. കള്ളച്ചാരായം വിറ്റ് നടന്നൊരു കോമാളിയെ പിടിച്ച് മേയറാക്കിയതിന്റെ ഫലമാണിത്. കാശിന് ഗതിയില്ലാത്ത ഒരുത്തനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചൊരു സ്ഥാനത്തെടുത്തുമ്പോ അവൻ വഴിപിഴച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കേണ്ടതായിരുന്നു. താൻ കാര്യം അറിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. മേയറായപ്പോ അവൻ കള്ളക്കടത്തുകാരും മദ്യമാഫിയക്കാരുമായി ചേർന്ന് ധൂർത്തടിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഈ സിറ്റിയിൽ അവിഹിതമായി പലയിടത്തും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത് കണ്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്ന് അടിച്ചു. ഇവിടെ അവനെ മറയാക്കി മറ്റു ചിലർ മുതലെടുക്കുകയാണെന്നേ ഞാൻ പറയൂ. നീ ഇതൊക്കെ സ്റ്റേറ്റ് കൗൺസിലിൽ വന്ന് പറയൂ. ഇക്കാര്യം ചർച്ച ചെയ്യാൻ നമ്മളിന്ന് കൂടുന്നുണ്ടല്ലോ. ആരെ പ്രതിയാക്കണം, ആരെയൊക്കെ ശിക്ഷിക്കണം എന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എനിക്കറിയാം സർക്കാരിന്റെ സമ്മർദ്ദതന്ത്രം. ബ്ലാക്ക് മെയിലിംഗ് ആണ്, പെൺവാണിഭം, സ്പിരിറ്റ് കുമ്പോണം, കോൺട്രാക്ട് വെട്ടിപ്പ് തുടങ്ങി നിങ്ങൾ ചെയ്ത പാതകങ്ങളുടെ എല്ലാ തെളിവുകളും ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ വരുതിയിൽ വരുത്തുക. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഗർജിച്ചു നടന്ന നിങ്ങളെയൊക്കെ തരിയുടച്ച് ഷണ്ടന്മാരാക്കിയിരിക്കല്ലേ. ഡെമോക്രസിന്റെ വാളുപോലെ ഈ ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോൾ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ശബ്ദിക്കാനാകും? പ്രതിപക്ഷം നിർവീര്യമായതിന്റെ കാരണം അത് തന്നെയല്ലേ? ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അല്ല മിസ്റ്റർ കുഞ്ഞുകുട്ടി, തെറ്റുപറ്റിയത് എനിക്കാണ്. നിങ്ങളടക്കമുള്ള സഹമന്ത്രിമാരെ ക്രമം വിട്ട് ഞാൻ സഹായിച്ചു. പ്രധാന വകുപ്പുകൾ തന്നെ ഏൽപ്പിച്ചു. അവിടെ നടന്ന ക്രമക്കേടുകൾ അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത്? ഈ നരേന്ദ്രനും ദിവാരനും അടക്കം ഇല്ലാത്ത പരാതികൾ പറഞ്ഞുണ്ടാക്കി എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിടിച്ചിറക്കിയില്ലേ? അതിന് ഗുരുവായൂരപ്പൻ തന്ന ശിക്ഷയാണിത്. അതിലെനിക്ക് പങ്കില്ല ലീഡർ. അങ്ങേ ഇറക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടുമില്ല. ഭരണം മാറിയപ്പോ പുതിയ സർക്കാരിനോടൊപ്പം നിന്നു എന്നുള്ളത് നേരാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു അബ്കാരി കോൺട്രാക്ടറും സ്പിരിറ്റ് ഡീലറും കൂടി ആവുമ്പോ എന്റെ സ്ഥിതി അത് തന്നെയാണ്. എന്നിട്ടും കിട്ടിയില്ലേ? ഇനിയത് അനുഭവിച്ചോളൂ. ഇപ്പോഴും നിങ്ങൾ എല്ലാം ചേർന്ന് എന്നെ കാണാൻ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, സ്വയം രക്ഷപ്പെടാനല്ലേ. അവന്മാരെ ഇറക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാനും എന്താണെന്ന് വെച്ചാൽ ചെയ്യാ. എടോ, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങളൊക്കെ കാണിച്ച നന്ദിയോടോർത്തപ്പോ. അവന്മാരെ അടക്കാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ വഴിയേ ഉള്ളൂ.